ഹായ് സുഹൃത്തുക്കളെ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരത്തെക്കുറിച്ചിട്ടുള്ള വീഡിയോ ആണ്. മത്സരം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. കുറച്ച് ബിസി ആയിപ്പോയി. പക്ഷെ വളരെ നല്ലൊരു മത്സരം തന്നെയായിരുന്നു ഇന്ത്യ പാകിസ്ഥാനും തമ്മിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ഏഷ്യ കപ്പ് ദുബായിൽ വെച്ച് നടന്ന മത്സരം വളരെ ആവേശകരമായിട്ടുള്ള മത്സരം തന്നെയായിരുന്നു. തുടക്കത്തിലൊക്കെ ഞാൻ കരുതി പാകിസ്ഥാൻ നല്ലൊരു സ്കോറിലേക്ക് എത്തുന്നു. പക്ഷേ അവരെ ആ ഒരു ബാറ്റിങ്ങിലുള്ള കുറച്ച് സമയത്ത് ഇത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ബാക്കി പിന്നെ അവർ ഫുൾ ഫ്ലോപ്പായിരുന്നു. ബൗളിംഗ് എല്ലാം ഭയങ്കര മോശമായിരുന്നു. എടുത്തു പറയേണ്ട കാര്യം, വെറുതെ അനാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങൾ അവർ സൃഷ്ടിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ഹാരിസ് റൌഫൊക്കെ ബൗൾ ചെയ്ത സമയത്ത് വെറുതെ ബാഡ് വേർഡ്സ് യൂസ് ചെയ്യുമായിരുന്നു. ആദ്യം തന്നെ അവരാണ് ബാഡ് വേർഡ്സ് സ്റ്റാർട്ട് ചെയ്തത്. നമ്മുടെ ഇന്ത്യൻ ഓപ്പണർമാരായ ശുഭ്മാൻ ഗില്ലിൻ്റെയും അഭിഷേക് ശർമ്മേൻ്റെയും അടുത്തേക്ക് ബാഡ് വേർഡ്സ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഹാരിസ് റൌഫ്. അവർ തിരിച്ചും ഇങ്ങോട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനൊക്കെ നല്ല ചുട്ട മറുപടി നമ്മുടെ ഓപ്പണിംഗ് ആയ രണ്ടുപേരും നമ്മുടെ ശുഭ്മാൻ ഗില്ലും അഭിഷേക് ശർമ്മയും വളരെ നല്ല രീതിയിൽ ബാറ്റ് കൊണ്ട് മറുപടി കൊടുത്തു, വാക്കുകൊണ്ടും കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര സ്പിരിറ്റായിട്ട് തോന്നി. പക്ഷേ ബാഡ് വേർഡ്സ് യൂസ് ചെയ്യുന്നത് നമുക്കങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. എങ്കിലും ഒരു തരത്തിലും അവരുടെ ബൗളിംഗ് ഇന്ത്യക്ക് ഒരു വെല്ലുവിളി ഉയർത്തിയതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. വളരെ അനായാസം തന്നെയാണ് ഇന്ത്യ ജയിച്ചത്. നന്നായിട്ട് തന്നെ അഭിഷേക് ശർമ്മയൊക്കെ നല്ല അടിപൊളി ആയിട്ട് ബാറ്റിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ സ്പിന്നറൊക്കെ അടിച്ച് പരത്തിയിട്ടുണ്ടായിരുന്നു. ഗാലറിയിലേക്ക് സിക്സറുകൾ അങ്ങനെ അടിച്ചു തൂക്കുകയായിരുന്നു. ശരിക്കും അവർക്ക് നമ്മുടെ ഒരു ഇന്ത്യൻ ടീമിനെ ഒരിക്കലും പിടിച്ചു കെട്ടാനുള്ള ഒരു ബൗളിംഗ് നിര അവരെ കയ്യിലില്ല. പക്ഷേ വളരെയധികം മോശമായുള്ള കുറച്ച് കാര്യങ്ങൾ കണ്ടു. നമ്മൾ ഹാരിസ് റൌഫ് 6-0 എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഗാലറിയിലൊക്കെ എന്തൊക്കെയോ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എന്തൊക്കെയോ ഒരു ഫേക്ക് സ്റ്റോറി അവരെന്നെ ഉണ്ടാക്കിയൊരു റാഫേലിൻ്റെയൊക്കെ എന്തൊക്കെയോ ഫേക്ക് സ്റ്റോറിയൊക്കെ വെച്ചിട്ട് അവരെന്നെ അവിടുത്തെ ജനങ്ങളെ, അവിടുത്തെ ഗവൺമെൻറ് പൊട്ടന്മാരാക്കി അത് ഇവർ വിശ്വസിച്ച് നടക്കുന്ന ആ പഴയ സ്റ്റോറിയും കൊണ്ട് വരികയാണ്. കളിയിൽ തോറ്റതിന് ഇങ്ങനെ 6-0 കാണിച്ചുകൊണ്ട് എന്താ കാര്യം? എന്നിരുന്നാലും ഇനിയിപ്പോൾ ഇന്ത്യ ഫൈനലിൽ ഏഷ്യ കപ്പ് വീണ്ടും ഇന്ത്യ അടിക്കട്ടെ. ആ ഒരു പ്രതീക്ഷയിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇനിയും നല്ലൊരു മത്സരങ്ങൾ ഉണ്ടാവട്ടെ. ഇന്ത്യ പാകിസ്ഥാൻ മത്സരം ഉണ്ടാവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അപ്പോൾ എന്താണെന്നറിയില്ല. എന്തായാലും നല്ലൊരു മത്സരമായിരുന്നു. കാണാത്ത ആൾക്കാർക്ക് ശരിക്കും നഷ്ടമാണ്. ഹൈലൈറ്റ്സൊക്കെ ഒന്ന് പോയി കാണുക. അപ്പോൾ വീണ്ടും ഇതുപോലുള്ള ക്രിക്കറ്റ് വീഡിയോസൊക്കെ ഞാൻ ചെയ്യുന്നതായിരിക്കും. നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്.